നമസ്കാരം, STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ദേശീയ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. മെഡിക്കൽ ഷോപ്പുകളും എമർജൻസി വാഹനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. KSRTC ആദ്യം സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജീവനക്കാർ ഭൂരിഭാഗവും പണിമുടക്കിൽ പങ്കെടുക്കുന്നതുകൊണ്ട് KSRTCക്ക് സർവീസ് നടത്താനായില്ല. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുളപ്പുള്ളിയിലും ഷൊർണൂരിലും ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം. പണിമുടക്ക് കോട്ടായി മേഖലയിൽ പൂർണ്ണം. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K. സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്വം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതു തത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നും സച്ചിദാനന്ദൻ. കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി. ചിങ്ങം 1-ന് കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയാണെന്നും EN സുരേഷ് ബാബു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ പക്ഷഭേദം ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. ഭരണസമിതി യോഗത്തിൽ നിന്നും BJP UDF അംഗങ്ങൾ ഇറങ്ങിപ്പോന്നു. പ്രസിഡന്റിന്റെ ചേംബറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ മാറ്റിയത് രാത്രി പോലീസ് എത്തിയതോടെ. ചെറുതുരുത്തി പ്ലംബിംഗ് കടയിൽ വൻ മോഷണം. തൃശൂരിൽ 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തിത്തിറന്ന് കവർച്ച. മുള്ളൂർക്കരയിൽ ഓടിട്ട വീടിന് തീപിടിച്ചു. വീട് ഭാഗികമായി കത്തിയമർന്നു. വീട്ടു സാധന സാമഗ്രികളും കത്തി നശിച്ചു. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതാണെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദേശീയ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പുകളും എമർജൻസി വാഹനങ്ങളും സാധാരണ പോലെ സർവീസ് നടത്തി വരുന്നുണ്ട്. KSRTC ആദ്യം സർവീസ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ജീവനക്കാർ ഭൂരിഭാഗം ആളുകളും പണിമുടക്കിൽ പങ്കെടുത്തതിനാൽ KSRTC സർവീസ് നടത്തിയില്ല. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പുകളും മറ്റ് എമർജൻസി വാഹനങ്ങളും ഇന്ന് സാധാരണ പോലെ സർവീസ് നടത്തുകയും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു. KSRTC സർവീസുകൾ ആദ്യം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും KSRTC ജീവനക്കാരിൽ ഭൂരിഭാഗവും പണിമുടക്കിൽ പങ്കുചേർന്നതോടെ KSRTC സർവീസുകളും നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. കൊച്ചി സേലം ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടത്തിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർ പോലും നിരത്തിലിറങ്ങിയത് അപൂർവമായിരുന്നു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് സ്വകാര്യ വാഹനങ്ങളും KSRTCകളും ഇല്ലാത്തതിനാൽ ട്രെയിൻ സർവീസിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോട്ടായി മേഖലയിലും ദേശീയ പണിമുടക്ക് പരിപൂർണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഷൊർണൂരിലും കുളപ്പുള്ളിയിലും പണിമുടക്ക് അനുകൂലികൾ പ്രകടനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. അല്പം ചില വാഹനങ്ങൾ മാത്രമേ സർവീസ് നടത്തിയിരുന്നുള്ളൂ. സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K. സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്വം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതു തത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. ചിങ്ങം 1-ന് കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയാണെന്നും പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു. നെല്ലിന് സംസ്ഥാനം നൽകുന്ന പ്രോത്സാഹന സഹായം നിർത്തണമെന്നും അധിക നെല്ല് സംഭരിക്കുന്നതിനുള്ള കേന്ദ്ര കാർഷിക നയം കർഷകരെ ഇല്ലാതാക്കുന്നതും കൃഷിഭൂമി ശവപ്പറമ്പാക്കുന്നതുമാണ്. പ്രോത്സാഹന സഹായം സംസ്ഥാനം നിർത്തലാക്കില്ല. നെല്ല് സംഭരിക്കുന്നതിലും വില നൽകുന്നതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നെല്ല് സംഭരിക്കാനും വില നൽകാനും പരിഹാരം കണ്ടെത്തി. കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിലേത്. വേണ്ടി വന്നാൽ ഇനിയും വില വർദ്ധിപ്പിക്കും. നെല്ല് സംഭരണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി ചിങ്ങം 1-ന് കരിദിന സമരം നടത്തിയ കോൺഗ്രസുകാരും ട്രാക്ടർ റാലി സംഘടിപ്പിച്ച BJPക്കാരും പ്രോത്സാഹനം നിർത്തണമെന്ന കേന്ദ്ര നയത്തിനെതിരെ
ശബ്ദിക്കാത്തത് കർഷക വഞ്ചനയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രത്തിന് കത്തയച്ചത് ജനങ്ങളെ പറ്റിക്കാനാണ്. ബജറ്റിൽ കേരളത്തിൽ ഒന്നും കിട്ടാതിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ മിണ്ടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പാർലമെന്റിൽ പോലും കോൺഗ്രസ് മിണ്ടുന്നില്ല. മാധ്യമങ്ങളും കർഷകരുടെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. അതുകൊണ്ട് പ്രോത്സാഹന ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ നിർത്തലാക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആജ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നിലവിൽ കൊടുക്കുന്നതും വേണ്ടി വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. ഇവിടെ കെ സുരേന്ദ്രനല്ലേ ട്രാക്ടർ ഓടിക്കുന്നത്? നോക്കുക, സുരേന്ദ്രൻ ട്രാക്ടർ ഓടിക്കുന്നു, കൃഷ്ണകുമാർ അപ്പുറത്തുണ്ട്, ശോഭാ സുരേന്ദ്രൻ കൈവീശുന്നുണ്ട് അല്ലേ? ഇനിതാ ഷാഫി പറമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പുറത്ത് ശ്രീകണ്ഠനുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ആളുണ്ട്. ഇയാളുടെ പേര് ഞാൻ പറയണ്ടല്ലോ. എന്താണ് പാലക്കാടിന് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, പാലക്കാടിന് കിട്ടിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? ഒരു പരാതി പോലും നിങ്ങൾ പാലക്കാട്ടുകാർക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളാണ്. ഇതൊക്കെ നാട്ടിൽ നടത്തിയ അവകാശ സമരങ്ങളല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഇവർ നടത്തുന്ന കോലാഹലങ്ങൾ അത് ആത്മാർത്ഥതയുള്ളതാണോ? കർഷകരോടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ളതാണോ? കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ പ്രതിപക്ഷ കൗൺസിലർമാരോട് പക്ഷഭേദം കാണിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. UDF BJP അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന അംഗങ്ങൾ പ്രസിഡന്റിനെ ചേംബറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. രാത്രി 9 മണി ആയി പോലീസ് എത്തിയാണ് ഈ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനായത്. ബുധനാഴ്ച നടന്ന അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ നിന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോന്നത്. 2026-27 വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും തുല്യമായി വീതിച്ചില്ല എന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആക്ഷേപം. ഭരണപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കൂടുതൽ തുകയും പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുറഞ്ഞ തുകയും വെച്ച് രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം, UDF കൗൺസിലർമാരായ നഫീസ ടീച്ചർ, KK സലീന, P ഹസീന, റഹ്മത്ത് ബീബി, വിദ്യ ടീച്ചർ, BJP കൗൺസിലറായ പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ലഭ്യമായ ഫണ്ടിനെ എല്ലാ വാർഡുകളിലേക്കും പരിഗണിച്ചിട്ടുണ്ടെന്നും ഇബ്രാഹിം മേനകം പ്രതിദാനം ചെയ്യുന്ന വാർഡിലേക്കുള്ള പ്രധാന റോഡ് നിർമ്മിക്കുന്നതിനായി 12 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നുമാണ് ഭരണപക്ഷ അംഗങ്ങളുടെ വാദം. രാത്രി 9 മണിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരെ ഒറ്റപ്പാലം പോലീസ് എത്തിയാണ് നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തിയിൽ വൻ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിലവിളക്കുകളും മറ്റു സാമഗ്രികളും മോഷണം പോയിട്ടുണ്ട്. ചെറുതുരുത്തി പയങ്കുളം റോഡ് മുണ്ടനാട്ട് പാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കടയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. നിലവിളക്ക്, പിച്ചള സാമഗ്രികൾ എല്ലാം മോഷണം പോയിട്ടുണ്ട്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. സമീപത്തുള്ള 2 ക്യാമറകൾ മോഷ്ടാക്കൾ ഊരിമാറ്റിയതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കടയിലെത്തിയ സുപ്രീമിന്റെ ഉടമസ്ഥൻ TG സുരേന്ദ്രനാണ് ആദ്യം കണ്ടത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സഹോദരൻ ശ്രീനിവാസൻ പറഞ്ഞു. രാത്രിയാണ് സാധനങ്ങൾ കളവ് പോയേക്കണ്. അതായത് വലിയ നിലവിളക്ക്, അങ്ങനെ ക്യാഷിൽ എത്ര പൈസ എന്ന് അറിയില്ല. അതൊക്കെ നോക്കിയിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പോൾ പോലീസുകാർ വന്ന് എൻക്വയറി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അത് കയറി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെ പോയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശ്ശൂർ നഗരത്തിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ഇരട്ടിച്ചിറ ശിവക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു. മാരിയമ്മൻ കോവിലും ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർ ചെയ്തിട്ടുണ്ട്. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മുള്ളൂർക്കരയിൽ ബുധനാഴ്ച വൈകിട്ട് ഓടിട്ട വീടിന് തീപിടിച്ചു. വീട് ഭാഗികമായി കത്തി നശിച്ച നിലയിലാണ്. വീട്ടുപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മുള്ളൂർക്കര വാടവരമ്പത്തുള്ള സുരേഷിൻ്റെ വീടാണ് കത്തി നശിച്ചത്. ബുധനാഴ്ച വൈകിട്ട് സുരേഷിന്റെ മക്കൾ സ്കൂൾ വിട്ടുവന്ന സമയത്താണ് വീടിന്റെ അടുക്കള ഭാഗം കത്തുന്നത് കണ്ടത്. ഉടനെ ഇവർ നാട്ടുകാരെയും വാർഡ് മെമ്പർ ബാലനെയും വിളിച്ചു വരുത്തി. നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുമെത്തി സമീപത്തുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം എത്തിച്ചു. ഈ സമയം സുരേഷും ഭാര്യയും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് തീ കത്തിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. വീടും വീട്ടിലുണ്ടായിരുന്ന മറ്റുപകരണങ്ങളും കത്തിച്ച നിലയിലാണ്. KSEB അധികൃതരെത്തി കറണ്ട് കണക്ഷൻ വേർപെടുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതാണെന്ന് സംശയിക്കുന്ന ദൃശ്യം CCTV ക്യാമറയിൽ ലഭിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട് നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യമാണ് ലഭിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട് ഡാം റോഡിൽ നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യം ലഭിച്ചു. നൌഷാദിന്റെ വീട്ടിൽ നിന്നും താറാവിനെ സ്ഥിരമായി കാണാതാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് CCTVയിൽ താറാവിനെ പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം പിടിക്കുന്നതായി കണ്ടത്. ഗ്രാമപഞ്ചായത്തും ഫോറസ്റ്റ് അധികാരികളും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നമ്മുടെ സ്വത്വവും ഐഡന്റിറ്റിയും എത്രത്തോളം ഉത്സാഹം കാണിക്കുന്നുവോ അത് അനുസരിച്ചായിരിക്കും സമൂഹം നമ്മെ അഭിസംബോധന ചെയ്യുകയെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ. വിശുദ്ധ റമളാനോടനുബന്ധിച്ച് ഖത്തർ കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 12ാമത് റിലീഫ് വിതരണവും മജ്ലിസ് നൂർ ആത്മീയ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇളം തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും അതാകട്ടെ എന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിശുദ്ധ റമളാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 12ാമത് റിലീഫ് വിതരണം മജ്ലിസ് നൂർ ആത്മീയ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള വളരെ അല്ലാഹുവിലേക്ക് സ്വീകാര്യമായ ഏറ്റവും വലിയ അനുഗ്രഹീതമായ പ്രവർത്തനമാണ് ഖത്തർ പ്രവാസി കൂട്ടായ്മയിലൂടെ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളുടെ പ്രാർത്ഥന എപ്പോഴും പ്രവാസികളായ ഇതിനുവേണ്ടി സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്നും ഉണ്ടാവുമെന്നാണ് സാന്ദർഭികമായുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു വർഷവും ഈ പ്രവർത്തനം ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഉരുകിയുള്ള പ്രാർത്ഥന ഇവിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ നിരവധി പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധ്യമായി കൊണ്ടിരിക്കുന്നത്. സയ്യിദ് നവീദ് ഹുസൈൻ തങ്ങൾ അജ്മീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് നടന്ന സംഗമത്തിൽ റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മായിൽ അൽ ഹസനിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മഖാം ഷരീഫ് സിയാറത്തിന് ശേഷം ആരംഭിച്ച മജ്ലിസ് നൂർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമിയും ബുർദ മജ്ലിസിന് ആനക്കയം സിദ്ദിഖിയ ഇഫ്ലുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഖാം ഉറൂസ് മുബാറക്ക് തുടരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഖാം ഉറൂസ് മുബാറക്കിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ജില്ലയിലെ തന്നെ പുരാതന മസ്ജിദുകളൊന്നായ കാഞ്ഞിരശ്ശേരി മഹല്ല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മഖാം ജി തങ്ങൾ, സയ്യിദ് ഇമ്പിച്ച് കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ഷരീഫ് സാഹിബ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ഉറൂസ് മുബാറക്കിന് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൊടിയേറ്റത്തോടെ തുടക്കമായി. ഖത്തീബ് AK ഇസ്മായിൽ അൽ ഹസനിയുടെ നേതൃത്വത്തിൽ സയ്യിദ് നവീദ് ഹുസൈൻ തങ്ങൾ, അജ്മീർ അടക്കമുള്ള പ്രമുഖ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തങ്ങൾ കൊടിയേറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. മെഡിക്കൽ ഷോപ്പുകളും എമർജൻസി വാഹനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. KSRTC ആദ്യം സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജീവനക്കാർ ഭൂരിഭാഗവും പണിമുടക്കിൽ പങ്കെടുക്കുന്നതുകൊണ്ട് KSRTCക്ക് സർവീസ് നടത്താനായില്ല. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുളപ്പുള്ളിയിലും ഷൊർണൂരിലും ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം. പണിമുടക്ക് കോട്ടായി മേഖലയിൽ പൂർണ്ണം. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്വം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതു തത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നും സച്ചിദാനന്ദൻ. കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും
ജില്ലാ സെക്രട്ടറി. ചിങ്ങം 1 കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയാണെന്നും EN സുരേഷ് ബാബു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ പക്ഷഭേദം ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. ഭരണസമിതി യോഗത്തിൽ നിന്നും BJP UDF അംഗങ്ങൾ ഇറങ്ങിപ്പോന്നു. പ്രസിഡന്റിന്റെ ചേംബറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ മാറ്റിയത് രാത്രി പോലീസ് എത്തിയതോടെ. ചെറുതുരുത്തി പ്ലംബിംഗ് കടയിൽ വൻ മോഷണം. തൃശൂരിൽ 2 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം കുത്തിത്തിറന്ന് കവർച്ച. മുള്ളൂർക്കരയിൽ ഓടിട്ട വീടിന് തീപിടിച്ചു. വീട് ഭാഗികമായി കത്തിയമർന്നു. വീട്ടു സാധന സാമഗ്രികളും കത്തി നശിച്ചു. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതാണെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.